ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡ് ആകെ ഒരു ശോകം എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ സിദ്ധു പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേക്ഷകരെയൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ലക്ഷ്യമൊക്കെ ഭയങ്കര കരച്ചിലാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. ഒരു രക്ഷയില്ല. നമ്മൾക്കൊക്കെ ആ കരച്ചിൽ കാണുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമാവും. ലച്ചുവിന്റെ ആ ഒരു സങ്കടം നമ്മൾ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ. ലച്ചുവിന്റെ അഭിനയം അത്രത്തോളം കിടുവാട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആദ്യം നമ്മുടെ സിദ്ധുവിളി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. നമ്മുടെ കല്ലുമോളും പാറക്കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോണിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലച്ചു വന്ന് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മാഷിന് എത്ര നാൾ ലീവ് ഉണ്ടാകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പാറക്കുട്ടി പറയുന്നുണ്ട് 3 മാസമെങ്കിലും ഇല്ലാതിരിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധുവളിയും പറയുന്നുണ്ട്, അത്രയൊന്നും കിട്ടില്ല, 1.5 മാസമൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ ലച്ചുവിന്റെ മുഖമൊക്കെ മാറുവേ. അതെന്താ സിദ്ധു, എത്ര കൊല്ലം, 5-6 കൊല്ലം കഴിഞ്ഞ് വരുവല്ലേ സിദ്ധു, എന്നിട്ട് എന്താ 1.5 മാസവും? സിദ്ധു ഒന്ന് ആ ജിഎമ്മിനോട് സംസാരിക്കും സിദ്ധു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധു പറഞ്ഞ ഓക്കെ ഞാൻ വിളിക്കുമ്പോ സംസാരിക്കാം എന്നും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സിദ്ധുവിനെ ഇങ്ങനെ പുറത്തു പോയി ജിഎമ്മിനെ വിളിക്കുന്നുണ്ട്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സങ്കടത്തിൽ ആള് നിൽക്കുന്നുണ്ട് ട്ടോ. പിന്നീട് നമ്മുടെ ലച്ചു വന്നിങ്ങനെ കാര്യം തിരക്കുമ്പോളാ പറയുന്നേ, സിദ്ധു പറയും എനിക്ക് 1.5 മാസത്തെ ലീവ് ഉള്ളെടി. ഞാൻ എത്ര ചോദിച്ചിട്ടും അയാൾ അത്രയും തന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ ലച്ചു ഭയങ്കരമായിട്ട് എന്താ പറയാ, തകർന്ന് സങ്കടപ്പെട്ട് മുറിയിലേക്ക് ഇങ്ങനെ പോകുന്നു. ഹാളിലേക്ക്, വീടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ടേ. എന്നിട്ട് അവിടെ ഹാളിലിരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ നമ്മുടെ കല്ലുമോളും നമ്മുടെ അമ്മൂമ്മയും ഒക്കെ വന്നിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടേ. പക്ഷെ ലച്ചുവിനങ്ങാട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടേ ഇരിക്കുവാണേ. ലാസ്റ്റ് നമ്മുടെ സിദ്ധു വരുന്നുണ്ട്. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, എടി ഞാൻ നിന്നെ പറ്റിച്ചതാ. എടി എനിക്ക് എന്തായാലും 2.5 മാസത്തെ ലീവ് കൺഫേമാ. വേണമെങ്കിൽ അത് 3 മാസം ആക്കാം എന്നും പറയുന്നുണ്ട്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, ഓഹോ നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ ദുഷ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ മുറിയിലേക്ക് പോകുന്നുണ്ടേ. അപ്പൊ സിദ്ധു പുറകെ പോയിട്ട് ഇങ്ങനെ ലച്ചുവിനോട് പറയുന്നുണ്ട്, ലച്ചൂസ് എന്നോട് എന്തോരം തമാശ ചെയ്യുന്നു, ഞാൻ അതൊക്കെ തമാശയായിട്ടല്ലേ എടുക്കുന്നുള്ളൂ, എന്നിട്ട് ഞാനിപ്പുറം തിരിച്ചങ്ങോട്ട് തമാശ ചെയ്തപ്പോ ലച്ചൂസ് അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തല്ലോ ലച്ചൂസേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് തന്നെയാട്ടോ പറയുന്നത്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, സിദ്ധു പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തതാ സിദ്ധു. ആ പോകുന്ന കാര്യം പറഞ്ഞിട്ടാ എനിക്ക് അത്രയും സങ്കടം വന്നേ, അല്ലാതെ സിദ്ധുവിനോട് ഒരിക്കലും ദേഷ്യം ഉണ്ടായിട്ടല്ല. കണ്ട് കൊതി തീർന്നില്ല സിദ്ധുവിനെ. അതിക്ക് മുമ്പ് പോകുവാന്ന് കേട്ടപ്പോൾ നെഞ്ചൊന്ന് പെടഞ്ഞുപോയി. ആ ഒരു വിഷമത്തിൽ പറഞ്ഞതായിരുന്നു നമ്മുടെ ലച്ചു കരഞ്ഞുകൊണ്ട് തന്നെ കേട്ടോ പറയുന്നേ. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, ലച്ചൂസിന് അറിയോ ഞാൻ അവിടെ ആയിരിക്കുമ്പോ ലച്ചു ഇങ്ങനെ വിളിക്കുമ്പോ എന്റെ ഹൃദയം എന്തോരം പെടയുന്നുണ്ടെന്നറിയോ. പക്ഷെ അതൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ തമാശ കളിച്ചും പൊട്ടിച്ചിരിച്ചും ഒക്കെ നിന്നോട് സംസാരിക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ലച്ചുവിനും ആകെ സങ്കടമാകെ. കാരണം ഇത് പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവിന്റെ കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകി കരയുന്നുണ്ട്. അപ്പൊ ലച്ചുവിന് ആകെപ്പാടെ വീണ്ടും സങ്കടം. ലച്ചു പിന്നെ പോയി സിദ്ധുവിനെ ഇങ്ങനെ പുറകിൽ നിന്ന് പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സിദ്ധു അളിയൻ കുറച്ച് ദിവസം കൂടി നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും കേട്ടോ, പേടിക്കേണ്ട കൂട്ടുകാരെ. എന്തായാലും നമ്മുടെ സിദ്ധു അളിയന് നമ്മുടെ കമ്പനി ഒരു കുറെ അധികം നാള് ലീവ് കൊടുക്കട്ടെ. 5-6 കൊല്ലത്തിന് ശേഷം വന്നതല്ലേ, ഒരു 3-4 മാസത്തോളം നമ്മുടെ സിദ്ധു അളിയൻ നമ്മുടെ പാറമണ വീട്ടിലിരിക്കട്ടെ അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.